ഹായ് മക്കളെ, എല്ലാവരും ഓണപരീക്ഷയുടെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഹിന്ദിയുടെ 3 ചാപ്റ്റർ കഴിഞ്ഞല്ലോ. 3 ചാപ്റ്ററിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു, അതായത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വൃത്തിയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഇനി എന്താണ് നമ്മൾ ഇന്ന് 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് 4th ചാപ്റ്റർ നോക്കിയാലോ മക്കളെ? യെസ്, ഏതാണ്? അയാം കലാം കെ ബഹാനെ എന്നാണ്. അറിയാം മക്കളെ, ശ്രദ്ധിക്കുക. നമ്മുടെ എക്സാമിന് ബീർ ബഹൂട്ടിയും അയാം കലാമും വളരെ ഇമ്പോർട്ടന്റ് 2 പ്രോസ് ചാപ്റ്റേഴ്സ് ആണ് അല്ലെ? 2 കഥ പോലെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ ഹതാശയും അതുപോലെ തന്നെ ടൂട്ടാപഹിയാണ്. ഹതാശയുടെയും ടൂട്ടാപഹിയുടെയും എന്താണ് നമ്മൾ അതിന്റെ ടിപ്പണി പഠിച്ചു വെച്ചാൽ സെറ്റ് ആവും. ഏറ്റവും കൂടുതൽ അതർ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്? അയാം കലാമും അതുപോലെ തന്നെ ബീർ ബഹൂട്ടിയും. ബീർ ബഹൂട്ടി നിങ്ങൾ സൂപ്പർ ആയിട്ട് ഡിസ്കസ് കഴിഞ്ഞു, നന്നായി പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അയാം കലാം ശ്രദ്ധിക്കാം മക്കളെ. നമ്മുടെ അയാം കലാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 2 വർഷമായിട്ട്, അതായത് 2022, 23 24 വർഷത്തിലുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത്. അതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അയാം കലാം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഷുവർ ആയിട്ടും അയാം കലാമിൽ നിന്ന് 10 മാർക്കിൽ കുറയാത്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യെസ്, അയാം കലാം കെ ബഹാനെ ഫിലിമി ലേഖക യഹ് അംശ് പഠേ और उत्तर लिखिए എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? മേം സ്കൂൾ ജാനെ സെ റോയാ करता, रोज नए बहाने बनाया करता और जब तेज बारिश के दिन में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती. मकले ശ്രദ്ധിക്കാം. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती. तो मैं घर पर नाचा करता, लेकिन मैं समझ नहीं पाता कि मोरपाल जैसे और उसके जैसे मेरे कई दो सहपाठी എന്ന് പറയുന്നത് മോർപാലിനെ പോലെയുള്ള എന്റെ മറ്റു കൂട്ടുകാര് ബിനാ നാഗാ റോസ് സ്കൂൾ ക്യോം ചലേ ആത്തെ ഥേ അല്ലെ? ആ പാരഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ലേഖന് സ്കൂളിൽ പോകാൻ അധികം ഇഷ്ടമല്ലായിരുന്നു അല്ലെ? ലേഖന് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ലേഖൻ ഇങ്ങനെ അവധി കിട്ടാൻ നോക്കിയിരിക്കും. അവധി കിട്ടാൻ നോക്കിയിരുന്നിട്ട് ആ മഴയെങ്ങാനും പെയ്ത് വഴുക്കി വെള്ളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അവധിയാണെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷിക്കും. പക്ഷെ ലേഖൻ അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇവര് എന്താണെന്ന് ഡെയിലി സ്കൂളിൽ പോകുന്നത് എന്തുകൊണ്ടാണ്. ആ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ മക്കളെ. മിഹിർ ഘർ പർ നാച്ചാ കർത്താ ദാ ക്യോം, എന്തുകൊണ്ടാണ് മിഹിർ വീട്ടില് ഡാൻസ് കളിച്ചിരുന്നത്, അതായത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിരുന്നത്? നോക്കാം. तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती, तो मिहिर घर पर नाचा करता था. അല്ലെ? എന്താണ്? ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് വഴിയിലൊക്കെ വെള്ളം നിറയുന്നത് കൊണ്ട് സ്കൂളിന് അവധി കൊടുക്കും. സ്കൂളിന് അവധിയാണെന്ന് പറയുമ്പോ എന്താണ്? മിഹിർ വീട്ടില് ഡാൻസ് കളിക്കും. നിങ്ങളൊക്കെ ചെയ്യുന്ന സെയിം പ്രക്രിയ തന്നെയാണ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്, നമുക്ക് രണ്ടാമത് നോക്കാം. യഹാം കിസ് ഹാലത് മേം സ്കൂൾ കി ചുട്ടി ഹോത്തി ഹെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇവിടെ ഏത് അവസ്ഥയിലാണ് സ്കൂളിന് അവധി കൊടുത്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അവിടെ നോക്കാം നമുക്ക്. എന്താണ്? തേസ് ബാരിഷ് കെ കാരൻ അല്ലെ? തേസ് ബാരിഷ് കെ കാരനാണ്. എന്താണ്? ശക്തിയായ മഴ കാരണം എന്നാണ്. മക്കളെ, ഇനി ഇവിടെ നിർത്തിക്കൊണ്ടൊരു കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിന്റെ കൂടെ പറഞ്ഞു പോകുന്നതാണ്. ഇനി ഇങ്ങനെ നിർത്തിട്ട് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, വിശേഷൻ ശബ്ദ ചുൻകർ ലിഖിയേ. തേസ് ബാരിഷ് തന്നിട്ട് വിശേഷൻ ശബ്ദ ചുൻകർ ലിഖിയേ എന്ന് പറഞ്ഞാൽ നോക്കിയേ, തേസ് ആയിരിക്കും എന്ത്? അതിന്റെ വിശേഷൻ ശബ്ദം. ഓക്കെ ആണല്ലോ? ഇവിടുന്ന് വിശേഷൻ ശബ്ദം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? തേസ് എന്നുള്ളത് വിശേഷണം കൂടി ആയിട്ട് എഴുതണം. സെറ്റ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. ആശയ സമച്ചേ മെഹിർ ആർ മോർപാൽ കി വിശേഷതായും ചുൻകർ ലിഖിയ. അതിൽ നിന്ന് ഏകദേശം ആശയം മനസ്സിലാക്കിയിട്ട് മെഹിറിന്റെയും മോർപാലിന്റെയും ക്യാരക്ടറുമായിട്ട് ചേരുന്നതാണ്. അവിടെ നോക്കിയേ, മോർപാൽ മെഹിർ 2 ക്യാരക്ടേഴ്സിനെ കൊടുത്തു. ഇപ്പൊ നോക്കിയേ, സൈക്കിൾ സെ റോസ് സ്കൂൾ ആയാ കർത്താ ഥാ. ഡെയിലി സൈക്കിളിൽ ആരാണോ വന്നിരുന്നത് അത് ആരാണ്? മോർപാൽ ആണെങ്കിൽ മോർപാല്, മിഹിർ ആണെങ്കിൽ മിഹിർ. സ്കൂൾ ജാനേമേൻ റോയാ കർത്താ ഥാ. സ്കൂളിൽ പോവാൻ കരയുന്നത് ആരാണോ അത്. ബിനാ നാഗാസ് റോസ് സ്കൂൾ ആത്താ ഥാ. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ഡെയിലി സ്കൂളിൽ വന്നിരുന്നത് ആരാണ്? നോക്കിയേ, പർസെ രാജ്മാ ചാവൽ ലാത്താ ഥാ അല്ലെ? എന്താണ്? രാജ്മാ ചാവൽ കൊണ്ടുവരുന്നത് ആരായിരുന്നു? ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ നോക്കിയാലോ മക്കളെ? യെസ്, നോക്കാം. എന്താണ് ആൻസർ നോക്കാം. യെസ്, നോക്ക്. സൈക്കിൾ സേ മോർപാലിന്റെ കാര്യമാണ് പറയുന്നത്. എന്താണ്? സൈക്കിൾ സേ റോസ് സ്കൂൾ ആയാ കർത്താ ഥാ, ബിനാ നാഗാ റോസ് സ്കൂൾ ആത്താ ഥാ. ഈ 2 പോയിന്റ് ആർക്കായിരുന്നു? മോർപാലിനായിരുന്നു. മിഹിറിന് എന്ത് വന്നു? स्कूल जाने में रोया करता था
പർസെ രാജ്മാ ചാവൽ ലാത്ത, എല്ലാ ദിവസവും എന്ത് ചെയ്യായിരുന്നു, രാജ്മാ ചാവൽ കൊണ്ടുപോയിരുന്നു. അതുപോലെ തന്നെ എന്താണ് അവിടെ പറയുന്നത്, സ്കൂളിലെ സൈക്കിൾ ഔട്ട് വരുമായിരുന്നു, ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല. അപ്പൊ ഈ 2 ദിനം കൂടി എത്ര മാർക്ക് ഉണ്ടാവും മക്കളെ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, ഓരോന്നിനും ഓരോ പോയിന്റ് ആണെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അത് ചോദിക്കും. സെറ്റ് ആണല്ലോ, റെഡി അല്ലേ? യെസ്, നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയ മക്കളെ, മിഹിർ और मोरपाल सच्चे मित्र थे, उनकी मित्रता पर एक टिप्पणी तैयार कीजिए. വെരി ഇമ്പോർട്ടന്റ് ആണ്. മിത്രത എന്ന് പറയുന്ന വിഷയത്തില് ഒരു കുറിപ്പ് എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കിയാലോ? യെസ്, എന്താണ്? मिहिर और मोरपाल सच्चे दोस्त थे, वे एक दूसरे के लिए कुछ भी करने के लिए तैयार है. जब वो स्कूल आते थे तब वो अपने खाने की चीजों बांट कर खाते हैं. അല്ലെ, അവരുടെ എന്താണ്, അവരെന്ത് ചെയ്യും, അവർ ഭക്ഷണങ്ങൾ പരസ്പരം തമ്മിൽ ഷെയർ ചെയ്ത് കഴിക്കും. പിന്നെയോ, मिहिर धनी परिवार का लड़का है और मोरपाल गरीब खाने का था. अले गरीब घराने का था, लेकिन उनके बीच में ऊंच नीच या गरीब धनी का कोई भेदभाव नहीं होता. മക്കൾ ശ്രദ്ധിക്കുക, മിഹിറും മോർപാലും റിയൽ ഫ്രണ്ട്സ് ആയിരുന്നു, സച്ചേ ദോസ്ത് ആയിരുന്നു. അവരെന്താണ്, രണ്ടുപേരും അല്ലെ കുച്ച് ബി കർണേക്കില്, അവർ പരസ്പരം എന്തും ചെയ്യാൻ, പരസ്പരം രണ്ടുപേർക്കും എന്ത് സഹായം ചെയ്യാനും തയ്യാറായിരുന്നു. അവരെപ്പോഴാണ് സ്കൂളിൽ വരുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യും, അവരുടെ ഭക്ഷണങ്ങൾ അവർ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, മിഹിർ വരുന്നത് ഒരു ഹൈ ഫാമിലിയിൽ നിന്നും, മോർപാൽ വരുന്ന ഒരു താഴ്ന്ന, അതായത് വളരെ ബിലോ ഫാമിലിയിൽ നിന്നുമാണ് വരുന്നത്. അവരുടെ ഇടയ്ക്ക് പക്ഷെ എന്താണെന്ന് നോക്കാം, പക്ഷെ അവരുടെ ഇടയ്ക്ക് ആ ഹൈ ഊഞ്ച എന്ന് പറഞ്ഞ വലുത് ചെറുത് എന്നുള്ളതോ പാവപ്പെട്ടൻ പണക്കാരൻ എന്നുള്ള ഒരു ഡിഫറൻസും ഇല്ലാതെ, ഒരു ഭേദഭാവവും ഇല്ലാതെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ്. അതാണ് അതിന്റെ ആൻസർ. സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ 2022-23 ചോദിച്ച ക്വസ്റ്റ്യൻസ്, മെയിൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് വന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. യെസ്, നെക്സ്റ്റ് നോക്കിയാൽ മക്കളെ, 2023-2024 കാലഘട്ടങ്ങളിൽ ഒക്കെ ആണല്ലോ, 2023-2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത സാർ ആഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം. അയാം കലാം കെ ബഹാനെ കഹാനി കാ ഏക് ഹംസ പഠേ और പ്രശ്നോं के उत्तर लिखिए. ഈ പാരഗ്രാഫ് വായിക്കുക, ഉത്തരം എഴുതുക. എന്താണെന്ന് നോക്കിയാൽ മക്കളെ, ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എങ്ങനെയായിരുന്നു? ഹമാരാ സൗദാ ഥാ ഖേൽ ഖണ്ഡി में खाने की अदला बदली का, यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा चाच का डिब्बा मेरा. ഇനി അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഖേൽ ഖണ്ഡി में മോർപാൽ और മിഹിർ का സൗദാ क्या था, എന്തായിരുന്നു അവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന ഇത് എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? യെസ് യെസ്. അപ്പൊ മക്കളെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഖേൽഖണ്ഡിയിലെ മോർപാലിന്റെയും മിഹിറിന്റെയും ഹോബി എന്തായിരുന്നു? കൊടുത്തതാണ് ഏക് സാത്ത് ഖേൽനേക്ക, ഒരുമിച്ച് കളിക്കുന്നതിന്റെ, ദോസ്ത് സേ മിൽനേക്ക, കുട്ടികാർ ഒരുമിച്ച് കൂടുന്നതിന്റെ, സാത്ത് സാത്ത് പഠനേക്ക, ഒരുമിച്ച് പഠിക്കുന്നതിന്റെ, ഖാനേക്ക അദലാ ബദലീക്ക, ഭക്ഷണങ്ങൾ കൈമാറുന്നതിന്റെ. അപ്പൊ ഏതായിരിക്കും ആൻസർ എന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ആലോചിച്ചിട്ട് പറയാം. അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ, സിമ്പിൾ ആൻസർ ആണ്. ഏതാണ് നോക്കാം സാറേ? യെസ്, ഏതാണ്? ഖാനേക്ക് അദല ബദലി ക. സിമ്പിൾ ആണല്ലേ, എന്തൊരു പാടൊന്നുമില്ല, ഒരു വളരെ എളുപ്പമായ ക്വസ്റ്റ്യൻ. ഖാനേക്ക അദല ബദലി ക. യെസ്, നോക്കാം നമുക്ക്. അടുത്തത് എല്ലാ പ്രാവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏതൊക്കെ എക്സാമിനുണ്ടോ പിരമിഡ് ഉണ്ടാവും അല്ലെ, പിരമിഡ് കമ്പൽസറി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. പിരമിഡ് വന്നിട്ട് വാക്ക് പിരമിഡ് കീ പൂർത്തീകരി, 2 സ്പേസ് കൊടുത്തിട്ടുണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും അയാം കലാമിൽ നിന്നും അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കും എന്ത്, പിരമിഡ്. പിരമിഡ് ക്വസ്റ്റ്യൻ ചുരുങ്ങി അതൊരു 4 മാർക്കിന്റെ പിരമിഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 2 ഭാഗത്തും കൂടി ആയിട്ട് കേട്ടോ. നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മോർപാൽ ലാത്താഥ, വാക്യ പിരമിഡ് പൂർത്തീകരി എന്നുള്ളതാണ്. എന്താണ്? മോർപാൽ ലാത്താഥ, മോർപാൽ ഛാച്ച് ലാത്താഥ. ഓക്കെ ആണല്ലോ. മോർപാൽ കൊണ്ടുവന്നു, മോർപാൽ മോര് കൊണ്ടുവന്നു. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? റോസ് ഖർസേ. എന്താ കൊടുത്തിരിക്കുന്നത്? റോസ് എന്നും കൊടുത്തിട്ടുണ്ട്, ഖർസേ എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. എങ്ങനെ വരും എന്ന് നോക്കിയാലോ നമുക്ക്. യെസ് യെസ്, നോക്കാം മക്കളെ. അടുത്ത മൂന്നാമത്തെ എന്ത് എഴുതണം? മോർപാൽ ഖർസേ ലാത്താഥ, മോർപാല് വീട്ടിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു അല്ലെ. അതായത് ക്വസ്റ്റ്യൻ എന്താണത്? നാലാമത്തെ നോക്കാം. മോർപാൽ റോസ് ഖർസേ ഛാച്ച് ലാത്താഥ, മോർപാല് ഡെയിലി വീട്ടിൽ നിന്ന് മോര് കൊണ്ടുവരുമായിരുന്നു. മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കി, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ മോർപാൽ ലാത്താഥ പറഞ്ഞു. ഓക്കെ അല്ലെ? അത് ഒരു ഐഡിയ ആണ് കേട്ടോ. ഇത് എഴുതുന്നത് നമ്മൾ ഒരു ഐഡിയയിൽ എഴുതി പോകുന്നതാണ്. എപ്പോഴും കണ്ടോ, അവിടുത്തെ സബ്ജക്ട് മോർപാൽ ആയതുകൊണ്ട് മോർപാൽ എന്ത് ചെയ്തു? മോർപാലിനെ അവിടെ വെച്ചു. അപ്പൊ മോർപാലിനെ ആദ്യം ഇട്ടു, സബ്ജക്റ്റിനെ ആദ്യം നിർത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? മോർപാൽ ലാത്താഥ എന്ന് പറഞ്ഞു.
അടുത്തത് വന്നപ്പോ നോക്കിയേ, മോർപാല് കഴിഞ്ഞിട്ട് ലാത്താതയ്ക്ക് മുമ്പായിട്ട് മോര് കൊണ്ടുവരുന്ന ഛാച്ച് കയറ്റിയിട്ട് മോർപാൽ ഛാച്ച് ലാത്താത എന്നാക്കി. അപ്പൊ നമ്മൾ അടുത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മോർപാൽ ഘർസെ എന്താണ് ലാത്താധ അല്ലെ, എന്താണ് ഘർസെ ഛാച്ച് ലാത്താധ. നാലാമത്തെ വരുമ്പോ എന്താണെന്ന് നോക്കിയേ, മോർപാൽ റോസ് ഘർസെ ഛാച്ച് ലാത്താധ എന്ന് കൂടി ആക്കുക. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ്. യെസ് മക്കളെ ശ്രദ്ധിക്കാം. അപ്പൊ സാർ ഒന്നും ഇല്ലാക്കാം. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താണ് ആൻസർ വരുമ്പോ ആൻസർ ഡിസ്പ്ലേ ചെയ്യാം സാറേ. യെസ് മക്കളെ നോക്കിയാ, ആൻസർ ഓൾറെഡി ഞാൻ കാണിച്ചാണ്. എന്താണ്? മോർപാൽ ഘർസെ ഛാച്ച് ലാത്താധ. ഞാൻ പറഞ്ഞല്ലേ എന്താണ്? മോർപാല് ലാത്താധ, മോർപാൽ ഛാച്ച് ലാത്താധ. ഇനി ഛാച്ചിന് മുമ്പിലേക്ക് എന്ത് ചെയ്തു? ഘർസെ എന്നും കൂടി ആഡ് ചെയ്തു. അപ്പൊ എന്താണ്? മോർപാൽ ഘർസെ ഛാച്ച് ലാത്താധ. നാലാമത്തെ ആയപ്പോ എന്ത് ചെയ്തു നോക്കിയാ മക്കളെ? മോർപാലിനും ഘർസെ എന്നുള്ളതിന്റെ മുമ്പിലേക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്തു. എന്ത്? നമ്മുടെ റോസ് ആഡ് ചെയ്തു അല്ലെ? റോസ് ആഡ് ചെയ്തപ്പോ എന്തായി? മോർപാൽ റോസ് ഘർസെ ഛാച്ച് ലാത്താധ. സെറ്റ് അല്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ആണ്, നമുക്ക് ഉറപ്പായിട്ടും വരും. സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് മക്കളെ എന്താണ്? ഈ ചാപ്റ്ററില് ഡയറി, എത്ര ഡയറി എഴുതാൻ പറ്റുന്ന ഇൻസിഡന്റ് ഉണ്ടെന്ന് അറിയോ? ഡയറി നമുക്ക് ഇപ്പൊ ഡയറിയുടെ ഒരു ഫോർമാറ്റ് ആണ്. നമ്മുടെ ഈ ചാപ്റ്ററിൽ എത്ര ഡയറി വരും? മിനിമം ഒരു 4 ഡയറിക്കുള്ള ഫോർമാറ്റ് ഉണ്ട്. ഒരു 4 ഡയറി എങ്കിലും ചോദിക്കും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട്. ഏതൊക്കെയാണ്? പല വിഷയത്തിൽ വരാം. ഒന്നാമത് എന്താണ്? മോർപാല് ആദ്യമായിട്ട് രാജ്മ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡയറി നമ്പർ 1. മോർപാല് സ്കൂളിൽ നിന്ന് പോകുന്ന ആ ഒരു ഇൻസിഡന്റില് നമ്പർ 2. കലാം തന്റെ ജീവിതത്തില് എന്താണ് അബ്ദുൽ കലാമിനെ എഴുതുന്ന, അല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ ഒക്കെ കണ്ടു, തന്റെ ജീവിതം സക്സസ് ആയി കഴിയുമ്പോൾ കലാം എഴുതുന്ന ഒരു ഡയറി ആയിട്ട് നമുക്ക് നമ്പർ 3 എഴുതാം. ഇനി നാലാമത്തത്, ഈ സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ മിഹിറിന് എന്തെഴുതാം? ഡയറി എഴുതാം. ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആളിപ്പോ നമ്മുടെ മോർപാലിനെ പോലൊരു ക്യാരക്ടറെ ഞാൻ കണ്ടിരുന്നു. ഇന്നത്തെ ദിവസം വളരെ എന്തായിരുന്നു, ഭയങ്കര എന്താണ്, ഖുഷി കാ ദിൻ താ ക്യോंकि मैंने आज क्या देखा, अयाम कलाम, नील माधव पांडे की अयाम कलाम नामक फिल्म देखा. उसका नायक कलाम मेरी बचपन में, मतलब मेरा बचपन में कलाम की तरह एक लड़का था, वो है मेरा दोस्त മോർപാൽ എന്നും പറഞ്ഞ് മോർപാൽ എഴുതുന്ന ഒരു ഡയറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോറി, മിഹിർ എഴുതുന്ന ഒരു ഡയറി ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ 4 ഡയറിക്ക് ചാൻസ് ഉണ്ട്. 4 ഡയറിയുടെ മാർക്കും എത്രയാണ് മക്കളെ? ഒരു ഡയറിക്ക് മിനിമം എന്തായാലും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഈ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, ശ്രദ്ധിച്ചോ. ഡയറിയുടെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. താരിഖ്, ഒരു ഡേറ്റ് വേണം. അതിൽ പ്രിസ്ക്രൈബിൾ ഡേറ്റ് ഒന്നും എഴുതണ്ട കേട്ടോ. നമ്മളിപ്പോ താരിഖ് എന്ന് എഴുതിയല്ലോ, അതിന്റെ നേരെ ഇപ്പൊ 12/8/2024 ഇങ്ങനെ ഒരു ഡേറ്റ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ ആണല്ലോ? ഈ ഒരു ഡേറ്റിന്റെ ആവശ്യം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡേറ്റ് ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ ജസ്റ്റ് താരിഖ് എന്ന് ഇട്ടാൽ മതി. ഡേറ്റ് എഴുതിയതിന് തെറ്റില്ല. എപ്പോഴും എന്തായിരിക്കണം? അഡ്വാൻസ് ഡേറ്റ് കൊടുക്കരുത് ഡയറി എഴുതുമ്പോൾ. അതുകൊണ്ടാണ് ഡേറ്റ് വേണ്ട എന്ന് പറയുന്നത്. എന്താണ്? അഡ്വാൻസ് കൊടുക്കരുത് ഡേറ്റ്. ഡയറി എപ്പോഴും നമ്മൾ തലേദിവസത്തെ എഴുതുന്നതായതുകൊണ്ട് ഒരു പാസ്റ്റിലായിരിക്കണം ഡയറിയുടെ ഡേറ്റ് നിൽക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഇനി ഇൻട്രൊഡക്ഷൻ ഉറപ്പായിട്ടും എന്താണ്? നമുക്ക് 2 ടൈപ്പ് ദിവസങ്ങളേ ഉള്ളൂ. എന്താണ്? ആജ് ഖുഷ്, ആജ് ദുഃഖ്. मैं आज बहुत खुश हूं, मैं आज बहुत दुख हूं. ഓക്കെ ആണല്ലോ? ഇനി ആജ് കാ ദിൻ മേ കൈസേ ഭൂലും, ഞാൻ ഇന്നത്തെ ദിവസം എങ്ങനെ മറക്കും. ഓക്കെ. പിന്നെ അതിന്റെ സെന്ററിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വിഷയം ആഡ് ചെയ്യണം. ആ വിഷയം ആഡ് ചെയ്ത് അതെന്ത് ചെയ്യണം? കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്? ജീവൻ में पहली बार राजमा चावल खाना മോർപാൽ के लिए खास अनुभव था, इस दिन का डायरी लिखे. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ആദ്യമായിട്ട് രാജ്മ ചാവല് കഴിക്കുന്നത് അവനെ സംബന്ധിച്ച് എന്തായിരുന്നു? ഒരു വലിയ അനുഭവമായിരുന്നു അല്ലെ? അപ്പൊ അതിനെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യാൻ പറഞ്ഞ ഡയറി എഴുതാൻ പറഞ്ഞ. നിങ്ങളോട് പറഞ്ഞല്ലോ 4 ഡയറിയിലെ സാധ്യതയുള്ള ഒരു ഡയറി ഇതാണ്. നോക്കാം, ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. നോക്കിയോ, താരിഖ് ഡേറ്റ് കൊടുത്തു. എന്നിട്ട് എന്താണ്? ആജ് മേരെ ലിയേ ഏക് വിശേഷ് ദിൻ ഥാ, ഇന്ന് എന്നെ സംബന്ധിച്ച് എന്തായിരുന്നു? ഒരു വിശേഷ ദിനായിരുന്നു. അപ്പൊ ഇതെന്താണ്? സുഖ് കാം, ദുഃഖ് എന്നുള്ളതിന് പകരം ഖുഷി എന്നൊരു മീനിങ്ങിലാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഖുഷി കാ ദിൻ ദാ എന്നും കൊടുക്കാം. സാർ ഒരു എക്സ്ട്രാ മീനിങ് ആയിട്ട് കൊടുത്തേ ഉള്ളൂ. ഖുഷി കാ ദിൻ എന്നാലും കൊടുക്കാം. ആജ് എന്ന ഏക് വിശേഷ് ദിൻ ഥാ, പഹലി ബാർ മുझे രാജ്മ ഖാനെ കോ മില, ആദ്യമായിട്ട് എനിക്ക് എന്ത് ചെയ്തു? രാജ്മ കഴിക്കാനുള്ള അവസരം കിട്ടി. മേ और मिहिर के बीच में खेल खंडी में खाने का अदले बदली करने का निश्चय हुआ. എനിക്കും മിഹിറിനും ഇടയ്ക്ക് നമ്മുടെ ഇന്റർവെൽ ടൈമിൽ, ലഞ്ച് ടൈമിൽ ഞങ്ങളുടെ ഭക്ഷണം കൈമാറ്റം ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. मिहिर स्कूल में രാജ്മ लाया था, मैं तो घर से छाछ ही ले आया था. മിഹിർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? വീട്ടിൽ നിന്ന്
രാജ്മ കൊണ്ടുവന്നു, ഞാനാണെങ്കിലോ ചാച്ചു കൊണ്ടുവന്നു. മേ പഹലി ബാർ രാജ്മ ദേഖ് രഹാ താ, ഞാൻ ആദ്യമായിട്ടാണ് രാജ്മ കാണുന്നത്. ദേഖർ മേരെ മൻമേം സോറി മേരെ മുഹ്മേം പാനി ഭറായ, വായിൽ വെള്ളം വന്നു എന്നാണ് അതിനർത്ഥം. നോക്കാം. മിഹിർ നെ മുझे പൂരാ രാജ്മ ദേ ദിയ, മിഹിർ എനിക്ക് മുഴുവൻ രാജ്മയും തന്നു. മിഹിർ കോ മേരെ ഘർ സേ ലായേ ഛാച്ച് ബഹുത് പസന്ദ് ഹൈ ഉൻസേ വഹ് ഖാ ലിയ, എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോര് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു, അവൻ അത് മുഴുവൻ കഴിച്ചു. ऐसा लगा कि छाछ उसकी कमजोरी है, എനിക്ക് ഇങ്ങനെ തോന്നി, എന്താണ്, ഛാച്ച് അവന്റെ വീക്ക്നെസ് ആണെന്ന് തോന്നി. ഓക്കെ. രാജ്മാ കാ സ്വാദ് അനൂഠാ താ, രാജ്മയുടെ സ്വാദ് അതുല്യമായിരുന്നു, അമൂല്യമായിരുന്നു, അതുല്യമായിരുന്നു. ഗരീബി കെ കാരൻ ഘർ സേ രാജ്മ നഹീ ബൻതാ താ, വീട്ടിൽ രാജ്മ ഉണ്ടാക്കാറില്ല. കാരണം എന്താണ്, പട്ടിണി കാരണം. ഓക്കെ, ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട്, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് വീട്ടിൽ നിന്നും ചെയ്യാറുണ്ടായില്ല. ആജ് സേ ഹർ ദിൻ മേം ആർ അപ്പനെ ഘർ സേ ഛാച്ച് ലാക്കർ ഉസേ ദൂങ്ക, ഞാൻ ഇന്നു മുതൽ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഛാച്ച് കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കും, ഹിറിന് കൊടുക്കും എന്നുള്ളത് ഒരു ആൻസർ ആയിട്ട് എഴുതാം. ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നോക്കിയാലോ മക്കളെ. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു 4 ഡയറിയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു ഡയറിയാണ് എന്ത്, ഈ മോർപാലിന്റെ ഡയറി. അപ്പൊ നന്നായിട്ട് പഠിച്ചു വെക്കുക. യെസ്. നെക്സ്റ്റ് എന്താ നോക്കാം മക്കളെ, റെപ്പട്ടാണ് കേട്ടോ. റെപ്പട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടാണ്. റിപ്പോർട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. റിപ്പോർട്ട് ഉറപ്പായിട്ടും ചോദിക്കാം. നിങ്ങൾക്ക് തരാൻ പോകുന്ന ചിലപ്പോൾ ഒരു പാരഗ്രാഫ് തരാം. ഒരു പാരഗ്രാഫ് തരുന്നത് ഏതാണ്? ഓക്കെ, പാരഗ്രാഫ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇവരൊരു ചോദിച്ചിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് തരാൻ പറയും. ഫോർ എക്സാമ്പിൾ, അവന് സമ്മാനം കിട്ടിയ ആ ഒരു ദിവസത്തെ റിപ്പോർട്ടാണ് ഇത്. അവന് ഭാഷണ പ്രതിയോഗിതയില് ഫസ്റ്റ് പ്രൈസ് കിട്ടി, അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞുകൊണ്ട് വരാം. നോക്കാം മക്കളെ. സ്കൂൾ കെ ഭാഷൺ പ്രതിയോഗിത മേം റൺ വിജയ് കോ പ്രഥം സ്ഥാൻ മില, ഇതാണ് അതിന്റെ ഹെഡിങ്. അപ്പൊ റിപ്പോർട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കാം. റിപ്പോർട്ടിന് ഹെഡിങ് കമ്പൽസറി ആണ് അല്ലെ? എന്താണ് ഹെഡിങ് ആണ് അല്ലെ? ഒരു ഹെഡിങ്, ഈ ഹെഡിങ് എന്തായിരിക്കണം, ഷുഡ് ബി അട്രാക്റ്റീവ് ആയിരിക്കണം അല്ലെ? ചെറുതായിരിക്കണം, അതിന്റെ കൂടെ തന്നെ എന്തായിരിക്കണം, അട്രാക്റ്റീവ് ഹെഡിങ് ആയിരിക്കണം. നോക്കിയേ, സ്കൂൾ കെ ഭാഷൺ പ്രതിയോഗിതാവിൽ റൺ വിജയ്ക്കോ പ്രഥം സ്ഥാൻ മില, സ്കൂളിലെ ഭാഷൺ പ്രതിയോഗിതയില് റൺ വിജയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. നോക്കിയേ, അതാണ് ആ സബ്ജക്ട്. ഇനി അതിന്റെ ഹെഡിങ് എങ്ങനെയാണെന്ന് നോക്കിയേ. ഹെഡിങ് ഭാഷൺ പ്രതിയോഗിത റൺ വിജയ്ക്കോ പ്രഥം സ്ഥാൻ, കണ്ടല്ലോ. ഈ ഒരു വലിയ ഹെഡിങ്ങിനെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്. സ്കൂളിലെ ഭാഷൺ പ്രതിയോഗിതയില് റൺ വിജയ്ക്ക് 1ാം സ്ഥാനം ലഭിച്ചു. അതിനെ സംബന്ധിച്ച് എന്തുണ്ടാക്കുക, റിപ്പോർട്ട് തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്തു, ഈ ഹെഡിങ്ങിനെ എന്ത് ചെയ്തു, നമ്മള് പ്രിസ്ക്രൈബ്ഡ് അല്ലെ, അതൊരു ചെറിയ ഷോർട്ട് ഹെഡിങ്ങിലേക്ക് ആക്കി. എന്താണ്, ഭാഷൺ പ്രതിയോഗിത, സ്പീച്ച് കോമ്പറ്റീഷൻ, റൺ വിജയന് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ, ജയ്സൽമേർ. ഇനി അടുത്തതാണ് പ്ലേസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ആ പ്ലേസ് എന്ന് പറയുന്നത്, എന്തായിരിക്കണം, വളരെ, അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആയിരിക്കണം എഴുതേണ്ടത്. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പെർട്ടിക്കുലർ എഴുതുവാണെങ്കിൽ അതിൽ ആ ഇത് എവിടുത്തെ ഉള്ളതാണ് എന്നുള്ളത് നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ ആണല്ലോ, യെസ്. നോക്കാം. കൽ ജയ്സൽമേർ की सरकारी हाईस्कूल में भाषण प्रतियोगिता चलाई गई. ഇന്നലെ ജയ്സൽമേറിലെ സർക്കാർ ഹൈസ്കൂളിൽ എന്ത് നടന്നു, ഭാഷൺ പ്രതിയോഗിത നടന്നു, സ്പീച്ച് കോമ്പറ്റീഷൻ നടന്നു. ഉസ്മേൻ ഠാണ കെ റാണ का बेटा കുവർ റൺ വിജയ് കോ പ്രഥം സ്ഥാൻ പ്രാപ്ത് ഹുവ. എന്ത് നടന്നു, അതില് ഠാണയിലെ റാണയായിട്ടുള്ള, ഠാണയിലെ ജന്മിയായിട്ടുള്ള, എന്താണ്, ഠാണയുടെ മകൻ കുംവർ, രാജകുമാരനായ ആരാണ്, റൺ വിജയിന്, കുവർ റൺ വിജയിന് प्रथम स्थान मिला, 1ാം सम्मान ലഭിച്ചു. पुरस्कार प्राप्ति के बाद उसने कहा कि अपने दोस्त कलाम ने यह भाषण तैयार किया था. പുരസ്കാര ലബ്ധിക്ക് ശേഷം അവൻ എന്ത് പറഞ്ഞു, എന്റെ കൂട്ടുകാരനായ കലാമാണ് എനിക്ക് എന്ത് ചെയ്തത്, ഈ ഭാഷണം തയ്യാറാക്കി തന്നത്. ഇസ്ലിയെ പുരസ്കാർ ഉസ്കേ ലിയേ ഹേ, അതുകൊണ്ട് ഈ പുരസ്കാരം ആർക്കുള്ളതാണ്, അവനുള്ളതാണ് എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. യഹ് പുരസ്കാർ പ്രാപ്തി റൺ വിജയ് और कलाम के बीच की दोस्ती की अनूठी निशानी भी है. ഇത് അവർ തമ്മിൽ ഇടയ്ക്കുള്ള എന്താണ്, ഏറ്റവും ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. പുരസ്കാർ വിതരണം സ്കൂൾ കെ പ്രധാന അധ്യാപികാനേക്ക്, പുരസ്കാർ വിതരണം ആര് ചെയ്തു, സ്കൂളിലെ പ്രധാന അധ്യാപിക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കുംവർ വിജയ് പർ, എന്താണ്, കുംവർ കെ വിജയ് പർ ഠാണി മേ ഖുഷി മനായി ഗയി, അവന്റെ വിജയത്തില് ഠാണിയില് ആ പ്ലേസിൽ എന്ത് നടന്നു, അവിടെ സെലിബ്രേഷൻ നടന്നു. അപ്പൊ ഇതാണ് റിപ്പോർട്ട്. റിപ്പോർട്ട് എഴുതുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയൊരു ഹെഡിങ്, പ്ലേസ്, ദെൻ അതിന്റെ ഒരു ഡീറ്റെയിൽ, അതായത് ഒരു ചെറിയ ചുരുക്കം അവിടെ വേണം. അതാണ് റിപ്പോർട്ട്. ഉറപ്പായിട്ടും ചോദിച്ചാൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം റിപ്പോർട്ടിൽ നിന്ന് വരുന്നത്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പോർട്ട് ചോദിക്കാം. പാരഗ്രാഫ് ഏകദേശം ഇത് ചെയ്യുന്ന ആ പാരഗ്രാഫിൽ നിന്ന് പാരഗ്രാഫ് തന്നിട്ടായിരിക്കും റിപ്പോർട്ട് നിങ്ങൾ എഴുതുക. സെറ്റ് ആണല്ലോ, യെസ്. നെക്സ്റ്റ് അടുത്ത മക്കളെ, മോർപാൽ കി ചരിത്രകഥ. മക്കളെ ഇനി അടുത്ത ഡയറി പോലെ തന്നെ
റിപ്പോർട്ട് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. ഏതാണ്? നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് 2 ക്യാരക്ടർ സ്കെച്ചുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിലൊന്നാണ് ആര്? മോർപാലിന്റെ. രണ്ടാമത്തേതായിട്ട് ആരുടെ എഴുതാം? കലാം. ഓക്കെ ആണല്ലോ. കലാമിന്റെയോ മോർപാലിന്റെയോ ആരുടെയെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? മോർപാലിന്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. മോർപാൽ ഗാവ് കെ സ്കൂൾ മേം പഠാത്താ ഥാ. അല്ലെ, എന്താണ്? മോർപാല് ഗാവ് കെ സ്കൂൾ മേം പഠിത്താ ഥാ. ഓക്കെ ആണല്ലോ. മോർപാൽ എന്ത് ചെയ്യാണ്? ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. 15 കിലോമീറ്റർ സൈക്കിൾ ചലാക്കർ സ്കൂൾ ആത്താ ഥാ. 15 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അവൻ സ്കൂളിൽ വരുന്നത്. മിഹിർ ഉസ്കാ സബ്സെ ബഡാ ദോസ്ത് ഥാ. അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാണ് മിഹിർ. അച്ചി തര പഠിക്കർ ബഡാ ആദ്മി ബന്നാ ചാഹത്താ ഹേ. എന്താണ്? ഇവൻ എന്ത് ചെയ്യുന്നു? നന്നായി പഠിച്ച് എന്താണ്? വലിയൊരാളാവാൻ ആഗ്രഹിക്കുന്നു. വഹേക്ക് ഗരീബ് ബച്ചാ ഥാ. അവൻ ആരാണ്? ഒരു ഗരീബ് ബച്ചയാണ്. ഘർ കി മെഹനത്ത് और खेत मजूरी के बीच भी സ്കൂൾ ആത്താ ഥാ. അല്ലെ, എന്താണ്? ഇതിനിടയ്ക്ക് അവൻ എവിടെ വരുന്നു? സ്കൂളിലേക്ക് വരുന്നു. മിഹിർ കെ ടിഫിൻ മേ ലായേ രാജ്മാ കോ വഹ് പഹലി ബാർ ദേഖ് രഹാ ഥാ. എന്താണ്? അവന്റെ ആ ലഞ്ച് ബോക്സിൽ വരുന്ന രാജ്മാ ചാവല് അവന് വളരെയധികം ഇഷ്ടമായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതിനി മിഹിർ കോ ചാച്ച് പസന്ദ് ഹേ. മിഹിറിന് ചാച്ച് പസന്തായിരുന്നു. യഹ് ജാൻകർ വഹ് റോസ് ഉസ്കേ ലിയേ ചാച്ച് ലാത്തേ ഥേ. ഇതുകൊണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യായിരുന്നു? മോർപാൽ മിഹിറിന് വേണ്ടി ചാച്ച് കൊണ്ടുവരുമായിരുന്നു. വഹ് ഹർ ദിൻ യൂണിഫോം പഹൻ കർ ആത്തേ ഥേ. അവൻ എല്ലാ ദിവസവും യൂണിഫോം ധരിച്ചാണ് വന്നിരുന്നത്. രവിവാർ കോ ഭി യൂണിഫോം പഹൻ കർ ഷാദി മേ ആയാ ഥാ. ഞായറാഴ്ച എന്ത് ചെയ്തിരുന്നു മക്കളെ? ആ യൂണിഫോം ധരിച്ച് അവൻ എവിടെ എത്തി? കല്യാണത്തിനെത്തി. ഗരീബി കെ കാരൻ 8വീं के बाद उनकी पढ़ाई छूट जाता. അത് ചെയ്തു? 8ാം ക്ലാസ്സിന് ശേഷം അവന്റെ പഠനം പൂർത്തിയായി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ ഇതെന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കാൻ സാധ്യതയിൽ ഒന്നാണ്. ആരുടെ? മോർപാലിന്റെ ക്യാരക്ടർ. മോർപാലിന്റെ ക്യാരക്ടർ സ്കെച്ചിൽ നോക്കണം. കണ്ടല്ലോ. എന്താണ്? അത് കഴിഞ്ഞു പറഞ്ഞു ഗരീബ് ഫാമിലി എന്നുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? വഹ് സ്കൂൾ ആത്താ ഥാ. മിഹിർ കെ ടിഫിൻ മേ ലായേ രാജ്മാ കോ വഹ് പഹലി ബാർ ദേഖ് രഹാ ഥാ. ഈ കാര്യങ്ങളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ ആണല്ലോ. യെസ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം മക്കളെ. യെസ്, എന്താണ്? പത്രാണ്. അല്ലെ, പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റർ ആണ്. ഇനി ഇതിലെ ലെറ്റർ ഏതാണ്? 2 ലെറ്റർ നമുക്ക് ചോദിക്കാം. അതിൽ ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ലെറ്റർ ഇതാണ്. ഏതാണ്? അതിൽ നിന്ന് സാധ്യതയുള്ള 2 ലെറ്ററുകൾ. മെയിൻ ലെറ്റർ ഏതാണ്? കലാം. രാഷ്ട്രപതിക്ക് എഴുതുന്ന അല്ലെ, കലാം ടു രാഷ്ട്രപതി. ഓക്കെ ആണല്ലോ. കലാം രാഷ്ട്രപതി കലാമിന് എഴുതുന്ന ലെറ്റർ എഴുതാം. ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ ഒരു ലെറ്റർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മിഹിർ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആർക്ക് എഴുതുന്ന ലെറ്റർ എഴുതാം? മോർപാലിന് എഴുതുന്നതാവാം. ഓക്കെ. അല്ലെങ്കിൽ മോർപാല് പഠനം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് മിഹിറിന് എഴുതുന്ന ലെറ്റർ ആവാം. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. യെസ്, നമുക്ക് നോർമലി വരുന്നത് കലാം രാഷ്ട്രപതിക്ക് എഴുതുന്ന ലെറ്റർ ആണ്. അപ്പം ഫോർമാറ്റ് ഇതാണ്. ഇനി അല്ലെങ്കിൽ മിഹിർ മോർപാലിന് സിനിമ കണ്ടു കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ആ സിനിമ കണ്ടു കഴിയുമ്പം മോർപാലിനെ ഓർത്തെഴുതുന്ന ലെറ്റർ എഴുതാം. ഇല്ലെങ്കിൽ മോർപാല് മിഹിറിന് എഴുതുന്ന ലെറ്റർ എഴുതാം. എന്താണ്? പഠനത്തിന് ശേഷം, അതായത് പഠിത്തം നിർത്തേണ്ടി വന്നു, 8ാം ക്ലാസ്സിന് പഠനം നിർത്തി കഴിയുമ്പോൾ ആ ബേസിൽ ചോദിക്കുന്ന ഒരു ലെറ്റർ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ലെറ്റർ ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ ആണല്ലോ. ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം മക്കളെ. യെസ്, നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണ്. എന്താണ്? സ്ഥാൻ, താരീഖ്, ഡേറ്റും പ്ലേസും നമ്മൾ കൊടുത്തു. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോ പുതിയ സ്റ്റൈൽ അനുസരിച്ച് ഈ സൈഡിൽ തന്നെ കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് ഈ സൈഡിലേക്ക് കൊടുക്കാം. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രിയമിത്ര. അടുത്ത കൊടുക്കുന്നത് എന്താണ്? പ്രിയമിത്ര തും കൈസേ ഹോ. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ എങ്ങനെയാണ്? ഇത് കൊടുക്കുന്നത് നമ്മുടെ എന്താണ്? ശരിക്കും ഫോർമൽ അല്ല, ഇൻഫോർമൽ ലെറ്റർ ആയിട്ടാണ് ഇപ്പൊ ഇത് തന്നിരിക്കുന്നത്. നോക്കിയേ, ഇവിടെ നോക്കിയേ, പ്രിയമിത്ര. ഞാൻ 2 കഴിഞ്ഞിട്ട് അതിന്റെ മറ്റൊരു പോർഷൻ കൂടി പറഞ്ഞു തരാം. ശ്രദ്ധിക്കാം. പ്രിയമിത്ര തും കൈസേ ഹോ, ഉമ്മീദ് കർത്തി ഹും കി തും ടീക് ഹോ. എന്താണ്? ഘർ വാലെ കൈസേ ഹോ, സബ് ഖുഷി മേ ഹെ നാ, സബ്കോ മേരാ പ്യാർ. ഇത് ഒരു ഇൻഫോർമൽ ലെറ്ററിൽ യൂസ് ചെയ്യാം. ഇത് ഒരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ആർക്കാണോ അയക്കുന്നത്, ഫോർ എക്സാമ്പിൾ കലാം രാഷ്ട്രപതിക്ക് അയക്കുന്നതാണെങ്കിൽ ആദരണീയ എന്ന് ചേർക്കാം. എങ്ങനെ കൊടുക്കാം? നമുക്ക് അവിടെ ഈ ഫോർമാറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ശ്രദ്ധിച്ചിരുന്നോ? ജസ്റ്റ് നമുക്ക് അവിടെ ആദരണീയ അല്ലെ, ആദരണീയ പോസ്റ്റ് എന്താണോ ആ പോസ്റ്റ് ചേർക്കുക. രാഷ്ട്രപതി ജി ആണെങ്കിൽ രാഷ്ട്രപതി ജി,
ഓക്കെ ആണല്ലോ. രാഷ്ട്രപതി ജി എന്ന് കൊടുക്കാം, പ്രധാനമന്ത്രി ജി എന്ന് കൊടുക്കാം. എന്താണോ ഇപ്പം നമ്മൾ സ്കൂളിൽ HM എഴുതുകയാണെങ്കിൽ എന്താണ് പ്രധാന അധ്യാപിക ജി അല്ലെങ്കിൽ പ്രധാന അധ്യാപക് ജി. പിന്നെ എന്ത് ചെയ്യാം, തും എന്നുള്ളടത്ത് എന്ത് ചെയ്യണം, തും എന്നുള്ളടത്ത് ഇതിന്റെ റെസ്പെക്റ്റീവ് ഫോം ആയിട്ട് തുമ്മിന്റെ ഇവിടെ നമ്മൾ എന്ത് ഒഫീഷ്യൽ ലെറ്ററിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, ആപ്പ് എന്നുള്ളതാക്കണം. ഓക്കെ ആണല്ലോ. തും എന്നുള്ളത് ആപ്പിലേക്ക് മാറ്റുക. സെറ്റ് അല്ലേ? യെസ്. ബാക്കി എല്ലാന്നില്ല. ഉമ്മീദ് കർത്തി ഹും കി ആപ്പ്, ഈ തുമ്മിന്റെ അവിടെ എന്ത് ചെയ്യുക, ഈ തുമ്മി തന്നെ ഒഫീഷ്യലിലേക്ക് വരുമ്പോ എന്ത് ചെയ്യുക, ആപ്പ് എന്നുള്ളതാക്കുക. ആപ്പ് ടീ ഹോ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ടീ ഹേം എന്നാക്കുക. ഒരേ ലെറ്റർ തന്നെയാണ് മക്കളെ. ഇത് ഒഫീഷ്യലും നമുക്ക് ഫോർമലും ഇൻഫോർമലും ആക്കാനുള്ള ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത്. ആപ്പ് ടീഖേ ഘർവാലോ കേസേ ഹേ എന്നൊന്നും ഒഫീഷ്യൽ ലെറ്ററിൽ ചോദിക്കേണ്ട കാര്യമില്ല. ഒഫീഷ്യൽ ലെറ്ററിൽ ഘർവാലോ കേസേ ഹേ എന്നൊന്നും ചോദിക്കേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, സബ് ഖുഷി മേ ഹെന എന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ഒഫീഷ്യൽ ലെറ്ററിൽ വേണ്ട. എന്താണ് ഇത് ഇത്രയും വേണ്ട. കൈസേ ഹേ എന്ന് ചോദിച്ചിട്ട് ശേഷം നമുക്ക് ഡീറ്റെയിൽസ് തുടങ്ങാം. ഇത് ഫോർമൽ ലെറ്റർ, അൺഫോർമൽ ലെറ്റർ ആണ്, അതിലാണ് ചോദിക്കുന്നത്. ഇനി ഒരു വിഷയന്റെ പ്രസന്റേഷൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ആ വിഷയം എടുത്ത് എന്ത് ചെയ്യുക, ആ വിഷയം എടുത്തിട്ട് നമ്മൾ സെന്ററിൽ കൊടുക്കുക. പിന്നെ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം മക്കളെ. കൺക്ലൂഷൻ എന്താണ്, മാം ബാപ് കോ മേരാ പ്രണാം, ആശാ ഹേ കി എന്താണ്, ആശാ ഹേ കി തും ശീഘ്ര മിലൂം, ജവാബ് പത്ര കി പ്രതീക്ഷ മേ എന്നുള്ളത് കൊടുക്കുക അല്ലെ. എന്താണ് തിരിച്ചുള്ള ലെറ്ററിന്റെ പ്രതീക്ഷയിൽ കൊടുത്തു. സുബാരി പ്രിയമിത്ര പേര്, സോറി സൈന് പേര്, ഇവിടെ സേവാമേൻ പേര്, അഡ്രസ്, ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഈ ഫോമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഇനി എങ്ങനെ വരും നോക്കാം. യെസ്, നോക്കാം മക്കളെ. ചോട്ടുവിന് രാഷ്ട്രപതി കലാം കോ ദേനെ വാലെ പത്ര അല്ലെ, രാഷ്ട്രപതി അബ്ദുൽ കലാമിന് എഴുതിയ ലെറ്റർ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്ക്, ജൈസൽമേർ, അതായത് നമ്മൾ അവിടെ കാണിക്കുന്ന സ്ഥാന, താരിഖ്, പിന്നെന്താണ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പാറ്റേൺ ഉണ്ട്. എന്താണ്, ആദരണീയ രാഷ്ട്രപതി ജി അല്ലെ, ആദരണീയ രാഷ്ട്രപതി ജി എന്നുള്ള ഒരു മീനിങ്ങിൽ കൊടുക്കാം. അപ്പൊ ആദരണീയ രാഷ്ട്രപതി ജി കഴിഞ്ഞിട്ട് എന്തായി, നമസ്കാർ, മേരാ നാം ചോട്ടു ഹേ, मैं ठाणे के एक चाय के दुकान में काम करने वाला एक बच्चा हूं, मैं आपसे बहुत प्रभावित हूं, ഞാൻ താങ്കളിൽ നിന്ന് വളരെ ഇൻഫ്ലുവൻസ് ആയതാണ്. ഞാൻ ഠാണയിൽ അല്ലെ ജോലി ചെയ്യുന്ന ഒരു ചായക്കടയിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഞാൻ താങ്കളിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്. इसलिए मैं आप अपने नाम അല്ലെ अपना नाम बदलकर कलाम रख दिया है, ഞാൻ എന്റെ പേര് എന്ത് ചെയ്തു, കലാം എന്നാക്കി എന്നാണ് പറയുന്നത് അല്ലെ മക്കളെ. എന്റെ പേര് ഞാൻ കലാം എന്നാക്കി എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെയോ, മേ ആപ്കെ ജൈസെ ബൻ അല്ലെ, മേ ആപ് ജൈസ ബന്നാ ചാഹത്താ ഹും, ഞാൻ താങ്കളെ പോലെ ആവാൻ ആഗ്രഹിക്കുന്നു. ടി വി മേം ആപ്കാ ഭാഷൺ സുനാ ഹെ, ടിവിയിൽ താങ്കളുടെ ഭാഷൺ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ. ബഹുത് അച്ഛാ ഥാ, വളരെ നല്ലതായിരുന്നു. സുനാഹെ ആപ്കോ ബച്ചേ പസന്ദ് ഹേ അല്ലെ, ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾക്ക് ബച്ചേ ബഹുത് പസന്ദ് ഹേ, കുട്ടികളെ വളരെ അധികം ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രയത്ന കർനെ പർ കോയി ഭി ബच्चा രാഷ്ട്രപതി ബൻ സക്താ ഹൈ, मैं भी पढ़ लिख कर आप जैसा बनूंगा, कृपया इसमें मेरी सहायता कीजिए, बस इतना ही निवेदन है, आपका आज्ञाकारी हस्ताक्षर ചോട്ടു. ഈ പോയിന്റ് കൊടുക്കുക. താഴെ സേവാമേ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള പോയിന്റ് കൊടുക്കുക. അപ്പൊ എനിക്ക് താങ്കളെ പോലെ ആവാൻ ആഗ്രഹമുണ്ട്, ഇതിനായിട്ട് എന്ത് ചെയ്യുക, എന്നെ സഹായിച്ചാലും, ഇതാണ് എന്റെ നിവേദനം എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു മക്കളെ, അദ്ദേഹത്തിന്റെ പത്രം. അപ്പൊ ഇതാണ് പത്രത്തിന്റെ ഫോർമാറ്റ്. ഇതും ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, സെറ്റ് ആയിട്ട് പഠിക്കുക. റെഡി അല്ലേ? യെസ്. അടുത്ത് നോക്കാം മക്കളെ. ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അയാം കലാം കെ ബഹാനെ, अयाम कलाम के बहाने कहानी का यह अंश पढ़े और प्रश्नों के उत्तर लिखे അല്ലെ. അയാം കലാം എന്ന് പറയുന്ന ഇത് പഠിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസർ എഴുതുക. എന്നിട്ട് നോക്കിയ മക്കളെ, ബസ് ഏക് ഫറഖ് ഹെ, ഇത് ക്വസ്റ്റ്യനില് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ആ ചാപ്റ്ററിലെ അല്ലെ, ആ ചാപ്റ്ററിലെ ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. എന്താണ്, ബസ് ഏക് ഫറഖ് ഹെ, फिल्म में कलाम दिल्ली भी पहुंचता और उसे अपना पसंद के स्कूल जाने का मौका भी मिलता है, लेकिन मेरे बचपन में ऐसा नहीं होता है, इसलिए मेरे लिए कलाम की कहानी 100 में एक की कहानी है. हमें बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपन में है. നമ്മുടെ കുട്ടിക്കാലത്തുള്ള ബാക്കി 99 പേരുടെയും മറന്നു പോകരുത്. കാരണം എന്താണ്, കലാമിന്റെ കഥ എന്ന് പറയുന്നത് 100-ൽ ഒരാളുടെ കഥയാണ്. എന്റെ കുട്ടിക്കാലത്തെ മോർപാലൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് 100-ൽ ഒരാളുടെ കഥയായിട്ട് മാത്രമേ എനിക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് തന്നിട്ട് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ലേഖക കാ ദോസ്ത് കോനെ, ഇവിടെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, ലേഖക കാ ദോസ്ത് കോനെ. ആരായിരുന്നു ലേഖകന്റെ ദോസ്ത് നോക്കിയാലോ? യെസ്, നോക്കാം ലേഖകന്റെ ദോസ്ത് ആരാണെന്ന്.
ലേഖന്റെ ദോസ്ത് ആരാണ്? യെസ് മക്കളെ ഏതാന്ന് നോക്കാം നമുക്ക്. മോർപാലാണ് അല്ലെ. ലേഖന്റെ ദോസ്ത് എന്ന് പറയുന്ന ആരാണ്? മോർപാലാണ്. അതൊരു പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റുഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇവിടെ നമ്മൾ പേര് പറഞ്ഞിട്ടില്ല, കലാമിന്റെ പേരാണ് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു എന്താണ് ഒരു ഡൗട്ട് വരാം. എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? ലേഖകന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചു. ഇതിൽ കുറെ കലാമിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, മോർപാലിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു ഡൗട്ട് ഫീൽ ചെയ്യാം, ഒരു ഡൗട്ട്ഫുൾമെൻ വരാം, ഇത് ആരാണ്, കലാമാണോ മോർപാലാണോ എന്ന് വരാം. അങ്ങനെയുള്ള ഒരു സാധ്യതയിൽ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ? ലേഖകന്റെ കൂട്ടുകാരൻ മോർപാൽ. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നോക്കാം. बाकी 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपन में है. ലേഖകൻ ने ऐसा क्यों कहा? ഇതെന്താണ്, എന്തുകൊണ്ടാണ്, ഇത് എന്തിന്റെ സന്ദർഭത്തിലാണെന്ന് നോക്കി. കലാമിന്റെ സന്ദർഭത്തിൽ വെച്ച് പറഞ്ഞതാണ് അല്ലെ. കലാമിന്റെ സന്ദർഭത്തിൽ വെച്ച് പറഞ്ഞതാണ് ഇത്. ഈ ബാക്കി 99 കഹാനിയും ഭൂൽനാ നഹി ചാഹിയെ എന്നുള്ളത് കലാമിന്റെ സന്ദർഭം വെച്ച് പറഞ്ഞതാണ്. ഈ പറയുന്നത് മോർപാലിനെ പോലെയുള്ളവരുടെ കാര്യമാണ് കേട്ടോ. കലാമിന്റെ സന്ദർഭം എന്ന് പറയുന്നത് നമ്മൾ ആ പറയുന്ന പാസേജ് കലാമിനെയാണ്. ഇതാണ് ഇതിൽ പറയുന്നുണ്ടല്ലേ, സൗമേ ഏക് കി കഹാനി. ശ്രദ്ധിക്കാം മക്കളെ. യെസ്, എന്താണ് ഒരു ക്വസ്റ്റ്യൻ അവിടെ പറയുന്നുണ്ട്. എന്താണ്? സൗമേ ഏക് കി കഹാനി എന്ന് പറയുന്നുണ്ട്. അതാണ് കലാമിന്റെ സന്ദർഭത്തിൽ കേട്ടോ. നോക്കിയേ, ഇതിൽ പറയുന്നത് നോക്കിയേ, സൗമേം ഏക് കി കഹാനി എന്ന് പറയുന്നതാണ് അല്ലെ. ഏക് കി കഹാനി, സൗമേ ഏക് കി കഹാനി എന്ന് പറയുന്നതാണ് എന്ത്? ആ ഒരു കഹാനിയാണ് കലാമിന്റെ സന്ദർഭത്തിൽ. ബാക്കി 99 കഹാനി എന്ന് പറയുന്ന ആരുടെ സന്ദർഭത്തിലായിരിക്കും? മോർപാലിന്റെ സന്ദർഭത്തിലാണ്. നോക്കിയേ, കലാം കി കഹാനി ബസ് ഏക് ഫിലിം കി കഹാനി ഹെ അല്ലെ. കലാമിന്റെ കഥ എന്ന് പറയുന്നത് ഒരു സിനിമാ കഥ മാത്രമാണ്. ഫിലിം മേം വഹാ അപ്നി മൻസിൽ പാത്ത ബി ഹെ. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? സിനിമയില് അദ്ദേഹത്തിന് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടും സാധിക്കുന്നുണ്ട്. നോക്കാം. ഫിലിം മേം വഹാ അപ്നി മൻസിൽ പാത്ത ലേക്കിൻ ലേഖക के जीवन में हुई अन्य कहानियों का अंत दर्दनाक है. പക്ഷെ ലേഖകന്റെ എന്താണ് കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള മറ്റൊരു കഥകളെല്ലാം എന്താണ് വേദനിപ്പിക്കുന്നത്. അത് വേ വെച്ചോ അപ്പനി മനസ്സിൽ പായേ ബിന ബഹുത് കഷ്ട ഉടാക്കർ ജി രഹേ ഹേ. അവര് എന്താണ് ഇതൊന്നും എത്താതെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ബുദ്ധിമുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോയത്. അതുകൊണ്ടാണ് പറയുന്നത് ബാക്കി 99 പേരുടെയും കഥ മറന്നു പോകരുത്, അവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. മറ്റതൊരു സിനിമയിലെ ക്യാരക്ടർ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെയാണല്ലോ? യെസ്, നമുക്ക് നോക്കാം. യെസ്, അപ്പൊ മക്കളെ ഇത് സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, അടുത്ത നോക്കിയാൽ മക്കളെ, കലാം की ചരിത്രഗതി വിശേഷതയാണ് നീൽമാധവ് പാണ്ഡെ की ഐ എം കലാം ഫിലിം കെ നായക് ഹേ ചോട്ടു യാ കലാം. അതായത് കലാമിനെ പറ്റിയാണ് എഴുതുന്നത്. ചോട്ടു എന്ന് പറയുന്ന കലാം. ചോട്ടു ചായ की दुकान में काम करते हैं. ചോട്ടു എവിടെ ജോലി ചെയ്യുന്നു? ചായക്കടയിൽ ജോലി ചെയ്യുന്നു. കലാം का सपना था स्कूल जाना और टीवी में देखे लंबे बालों वाला രാഷ്ട്രപതി കലാം ജൈസ ബനന. അവന്റെ ആഗ്രഹമാണ് എന്ത്? ടിവിയിൽ കാണുന്ന രാഷ്ട്രപതി കലാം ആവുക എന്നുള്ളത്. വഹ് ബെഹത്തർ ജീവൻ ജീനാ ചാഹത്തെ. അവൻ ഒരു മെച്ചപ്പെട്ട ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വഹ് ജൽദി ഹി ഭാഷ സീഖ്തെ ഹെ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഭാഷ പഠിക്കുന്നു. വഹ് ഈമാൻദാർ എടുക്കാതെ, അവൻ വളരെ ഹോണസ്റ്റി ആയ ഒരു കുട്ടിയാണ്. രൺവിജയ് ഉസ്കാ ദോസ്ത് ഹെ. രൺവിജയ് ആണ് അവന്റെ കൂട്ടുകാരൻ. രാഷ്ട്രപതി കലാം ജി സെ മിൽനെ കെ ലിയെ യഹ ഗാവ് ചോഡ്കർ ദില്ലി ചലാ ഗയാ താ ഹെ. അവൻ എന്ത് ചെയ്യുന്നു? രാഷ്ട്രപതി കലാമിനെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് നാട് വിട്ടു പോകുന്നു. पर उनसे मिली नहीं पाता. പക്ഷെ അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുന്നില്ല. അന്തുമേം ലക്ഷ്യപ്രാപ്തി ഹുയി. അവന്റെ ലക്ഷ്യപ്രാപ്തി എന്തായിരുന്നു? അച്ഛേ സ്കൂൾ ജാന എന്നുള്ളതാണ്. അന്തുമേം വഹ് അച്ഛേ മോർപാൽ കെ സോറി രൺവിജയ് കെ സാത്ത് ഉസ്കെ സ്കൂൾ മേ പഠിത്തേ ഥേ അല്ലെ. അവന്റെ കൂടെ അവന്റെ സ്കൂളിൽ പഠിക്കുന്നു. ഇതാണ് കലാമിന്റെ ക്യാരക്ടറൈസേഷൻ. മോർപാൽ ഓർ കലാം ഇതിൽ ഏതെങ്കിലും ഒന്ന് വരും എന്ന് പറഞ്ഞു. രണ്ടാമത് കലാമിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഓക്കെ ആണല്ലോ? യെസ്, നെക്സ്റ്റ് നോക്കാം. आई एम कलाम के बहाने के हम्स पढ़े और उत्तर लिखिए എന്നാണ് ഇത് പഠിക്കുക. നോക്കിയേ, एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता. रणविजय परेशान थे क्योंकि उसकी हिंदी इतनी अच्छी नहीं है. कलाम यह जानता है, झट से एक अच्छा सा भाषण लिख अपना दोस्त रणविजय को दे देता है. रणविजय को प्रथम पुरस्कार पाता है. മക്കളെ, മറ്റേ റിപ്പോർട്ട് ചോദിച്ചത് എന്ത് ചെയ്യും? ഇവിടെ ഷുവർ ആയിട്ടും ചോദിക്കാം. ആ റിപ്പോർട്ടിന്റെ ഒരു പോയിന്റിൽ ഈ ഒരു പാരഗ്രാഫ് വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ റിപ്പോർട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അത് റിപ്പീറ്റേഷൻ വരാതിരിക്കുന്നതുകൊണ്ടാണ് സാറ് വീണ്ടും കൊടുക്കാതിരുന്നത്. ഇനി നിങ്ങൾക്ക് സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് സഹി വികൽപ്പ് ചുൻകർ ലിഖിയേ. നോക്കി, വഹ് പ്ലസ് की उसकी, ये പ്ലസ് की उसकी, यह പ്ലസ് की उसकी, वे പ്ലസ് की उसकी. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് അറിയാമോ മക്കളെ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? യെസ്, കറക്റ്റ് ആൻസർ ഏതാണ്? വഹ് പ്ലസ് की उसकी എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. വഹ് പ്ലസ് की उसकी എന്നുള്ളതാണ്. വഹിന്റെ കൂടെ
എന്താണ് കീ ചേരുമ്പോഴാണ് ഉസ്കി വരുന്നത്. ബാക്കി ഏഹ് പ്ലസ് കീ ആണെങ്കിൽ എന്തായാലും ഇസ്കി ആണ് വരുള്ളൂ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 റെഡി ആണല്ലോ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം സാറേ. ഇനി ഒരു പോസ്റ്റർ മക്കളെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വരാം. നമുക്ക് ഞാൻ ഇപ്പുറ സൈഡിൽ കാണിച്ചു തരാം. ഒരു പോസ്റ്റർ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവണം? നമ്മള് 4 സൈഡിലും എന്ത് ചെയ്യണം? ഇങ്ങനെ വരച്ച ഒരു പോസ്റ്റർ ക്ലിയർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? നമ്മളൊരു 4 സൈഡിലും വരച്ച ഒരു A4 സൈസ് സൈറ്റിലായിരിക്കണം പോസ്റ്റർ. ഇനി ഇതെന്താണ്? പോസ്റ്റർ ആണ്. നമ്മൾ പോസ്റ്റർ എന്ന് എഴുതി അല്ലെ? പോസ്റ്റർ എന്ന് എഴുതി കഴിഞ്ഞിട്ട് എന്താണ് വിഷയം? നമ്മളിവിടെ രൺവിജയനെ എന്ത് ചെയ്യാൻ പോവാണ്? അനുമോദിക്കാൻ പോവാണ്. അപ്പൊ എന്താണ്? ബധായി സമാരോഹ് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം അല്ലെ? എന്താണ്? ബധായി സമാരോഹ്. നോക്കാം മക്കളെ, ബധായി സമാരോഹ് എന്നൊരു ഹെഡിങ് കൊടുക്കാലോ, സെറ്റ് അല്ലേ? ബധായി സമാരോഹ് നമ്മൾ ഹെഡിങ് കൊടുത്തു. ഇനി അതിലെന്ത് വേണം നോക്കിയാൽ മക്കളെ, കാര്യക്രമം മുമ്പ് കൊടുത്തു നമ്മൾ. ബധായി സമാരോഹാണ് കാര്യക്രമം. എന്താണ് പ്രോഗ്രാം? ബധായി സമാരോഹാണ്. എന്ത് ചെയ്യാൻ പോവാണ്? അനുമോദന ചടങ്ങാണ്. ഇനി ശീർഷക് എന്താണ് ഹെഡിങ് എന്നുള്ളത് നമ്മൾ അവിടെ കൊടുക്കണം അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. നോക്കിയേ, എന്താണ് ശീർഷക് കൊടുക്കുന്നത്? നോക്കിയേ, എന്തിൽ സമ്മാനം കിട്ടിയതാണ് മക്കളെ? ഓർമ്മയുണ്ടോ? എന്തിനാ സമ്മാനം കിട്ടിയെന്ന് ഓർമ്മയുണ്ടോ? യെസ്, എന്തിലാണ്? ഇതാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഭാഷൺ അല്ലെ? ഭാഷൺ മേം പ്രഥം സ്ഥാൻ അല്ലെ? പ്രഥം സ്ഥാൻ. ഇത് ഔട്ടായി പോയി. എന്ത് ചെയ്യണം? കോളത്തിനുള്ളിൽ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ. ഭാഷൺ മേ പ്രഥം സ്ഥാൻ മില स्कूल का वीर नायक അല്ലെ? സ്കൂൾ കാ വീർ നായക്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോളത്തിന്റെ ഉള്ളിൽ എഴുതണം കേട്ടോ. കോളത്തിന്റെ ഉള്ളിലായിരിക്കണം വേണ്ടത്. സ്കൂൾ കാ വീർ നായക് ആരാണ്? രൺവിജയ് കോ അല്ലെ? രൺവിജയ് കോ ബധായിയാം അല്ലെ? ബധായിയാം, കൺഗ്രാറ്റുലേഷൻ എന്നുള്ളത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്ഥാനം കൊടുക്കുക. ഏതാണോ സ്ഥാൻ, എവിടെയാണോ? സ്കൂൾ സഭാഗൃഹ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. സ്കൂൾ സഭാഗൃഹ അല്ലെ? സഭാഗൃഹ, സ്കൂൾ സഭാഗൃഹം എന്ന് കൊടുത്തു. പിന്നെ താരിഖ് വേണം, ഡേറ്റ് വേണം. ഒരു ഡേറ്റ് അവിടെ കൊടുത്തു. ഒരു എന്ത് വേണം? സമയവും വേണം. അതിന്റെ കൂടെ ഒരു സമയം വേണം. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യണം? സബ്കാ സ്വാഗത്. ഇത് ചോദിക്കാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് ഈ ഒരു സെറ്റില് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എന്ത്? പോസ്റ്റർ പ്രിപ്പറേഷൻ. അപ്പൊ ഈ പോസ്റ്റർ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. 4 സൈഡ് വരച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു എക്സാം പേപ്പറിന്റെ ഒരു 70% കേട്ടോ, ഒരു 70% നിർത്തിക്കൊണ്ട് 4 സൈഡും അവിടെ എഴുതി നിർത്തിയതിനു ശേഷം വരച്ചാൽ മതി. ആദ്യം വരച്ച് മായ്ക്കാൻ നോക്കണ്ട. നമ്മൾ ഏകദേശം പേപ്പറിന്റെ സൈഡ് സെറ്റ് ചെയ്ത് എഴുതുക. അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 സൈഡിലും വരച്ച് ഇതിനെ വൃത്തിയാക്കി സെറ്റ് ചെയ്യുക. അപ്പൊ പോസ്റ്ററുമായി. പോസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യക്രമം നമ്മൾ എഴുതി. ബധായി സമാരോഹ്. ശീർഷക് കൊടുക്കുകയാണ്. എന്താണ്? ഭാഷൺ മേ പ്രഥം സ്ഥാൻ മില സ്കൂൾ കാ വീർ നായക് അല്ലെ? സ്കൂളിലെ വീരനായകനായ ആർക്ക്? രൺവിജയിന് എന്ത് കൊടുക്കാം? രൺവിജയ് കോ ബധായിയാം എന്നുള്ളത് കൊടുത്തു. നമ്മുടെ സബ്ജക്ട് കഴിഞ്ഞു. സ്ഥാനായി, താരിഖായി, സമയം നമ്മൾ അവിടെ കൊടുക്കാം. സമയ ദെൻ സബ്കാ സ്വാഗത്. ഇതോടുകൂടി ഏകദേശം ഓക്കെ ആവും. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ്. മക്കളെ അപ്പൊ ശ്രദ്ധിക്കാം. ഇതാണ് അതിന്റെ ഫോർമാറ്റ് വരുന്നത്. ശ്രദ്ധിച്ചോ? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക. ഏകദേശം നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സാർ താത്തി കൊടുക്കാം. യെസ്, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ തരം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? എല്ലാ തരം ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായി വായിക്കുക. സാർ തന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓണപരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ച് നമ്മുടെ പവർ നമ്മൾ കാണിക്കണം. അതിനുവേണ്ടി സെറ്റ് ആയിട്ട് വരണം. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ബൈ.